ഹായ്. ഇപ്പോൾ വേനലൊക്കെ തുടങ്ങിയല്ലോ. ഇനി മഴയൊന്നും അങ്ങ് പ്രതീക്ഷിക്കേണ്ട. വല്ലപ്പോഴൊന്നും വന്നാൽ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇറിഗേഷനാണ് അത്യാവശ്യം വേണ്ട ഒരു സാധനം. അതിപ്പം വെള്ളം കൈ കൊണ്ട് ഒഴിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല. എന്നാലും വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? 2 ദിവസം നമ്മളിവിടെ ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. ചെടികളൊക്കെ പ്രത്യേക ഇങ്ങനെ പോട്ടിലൊക്കെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ എന്തായാലും 2 ദിവസം വെള്ളമൊക്കെ ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പണിയാവും. ഉറപ്പായിട്ടും നശിക്കും. അല്ലെങ്കിൽ ഈ കായ്ച്ച് നിൽക്കുന്ന ഫ്രൂട്ട്സുകൾ ഈ കായ്ച്ച് നിൽക്കുന്ന രൂപി ഇതൊക്കെ 100% പൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് ട്രിപ്പ് ഇറിഗേഷൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലുണ്ട്. നമ്മുടെ അല്ല, പല ചാനലുകളിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഇറിഗേഷൻസ് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്തേക്കുന്ന ഒരു മെത്തേഡ്, ഞാൻ ചെയ്തേക്കുന്ന ഒരു സിസ്റ്റം, ഇത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു എങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്, അതൊന്ന് പറയാമോ എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി നമുക്കൊരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സംഭവം ചെയ്യാം. പറഞ്ഞു വന്നത് നമ്മൾ ഇറിഗേഷൻ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു മോട്ടർ വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ. കാരണം എൻ്റെ ഇതുപോലെ ഒരേ ഫ്ലോർ ലെവലിലാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊരു മോട്ടറിൻ്റെ ആവശ്യം വരും. കണ്ടോ, എൻ്റെ ടാങ്ക് പ്ലാന്റ് ഒരേ ഫ്ലോറിലാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് മോട്ടർ വേണം. ഈ കാണുന്നതാണ് മോട്ടർ സിസ്റ്റം. ഞാൻ അത് കാണിക്കാം. കാരണം മോട്ടറിൽ നിന്ന് വെള്ളം എടുത്ത് നേരെ വന്ന് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല സൈഡിലേക്ക് പോകുന്നു. അതല്ല നിങ്ങൾ ടാങ്കിൽ മുകളിൽ ഒരു ഹൈറ്റിലാണെങ്കിൽ നമുക്കെന്താ അതിൻ്റെ ആവശ്യമില്ല. നേരെ ടാപ്പിൽ നല്ല പൈപ്പ് സെറ്റ് ചെയ്ത് നേരെ ഓണാക്കാൻ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. നമ്മളിതിന് ഒരു പ്ലംബറെയൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് വളരെ ചെറിയ തോതിൽ നമ്മുടെ ഒരു ഹോം ഗാർഡനൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ കാണുന്ന ഞാൻ ആദ്യം ഉപയോഗിച്ചൊരു മോട്ടർ 18 വോട്ടിൻ്റെ വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ്. ഇത് ഞാൻ കേടായിട്ട് ഒഴിവാക്കിയൊന്നുമല്ല. ഈ കാണുന്ന ഇത്തരം പ്ലാന്റുകൾ വന്നപ്പോൾ ഈ മോട്ടർ വെച്ച് ഈ എല്ലാ പ്ലാന്റുകളും നനയുന്നില്ല, അല്ലെങ്കിൽ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനങ്ങ് മാറ്റി വേറൊരു പുതിയ മോട്ടർ സെറ്റാക്കി. ഒരു 55 വാട്ട്സിൻ്റെ കുറച്ച് ഹെവി മോട്ടറാണ്. ഹെവി എന്ന് പറയുന്നത് ഗാർഡൻ പർപ്പസിന് ഹെവിയാണ്. ഓക്കെ, അപ്പം ഇതാണ് പഴയ മോട്ടർ. ഈ കാണുന്നതാണ് ഇപ്പം ഞാൻ വെച്ചേക്കുന്ന മോട്ടർ. ഇതൊരു അമിസിഫ്ലോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിന് പവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 55 വാട്ട്സാണ് പവർ. ഒരു 3 മീറ്ററോളം വെള്ളം മുകളിലേക്ക് പമ്പുകളുടെ ശേഷിയുണ്ട്. അത് മതി. കാരണം എൻ്റെ ഈ ടാങ്കിൽ നിന്ന് എനിക്ക് വെളിയിലേക്ക് കിട്ടിയാൽ മതി. എന്നിട്ട് ഞാൻ ഇതെന്ത് ചെയ്തു, ഇത് ചെട്ടി ഇങ്ങനെ കണക്ട് ചെയ്തു. താഴെ നിന്ന് വെള്ളം എടുക്കുന്നു, മുകളിലേക്ക് വരുന്നു, ജോയിൻ്റ് വെച്ച് താഴത്തേക്ക് തന്നെ ഇറങ്ങി വരുന്നു. ഈ സിസ്റ്റത്തിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മോട്ടർ സിസ്റ്റം വരുന്നത്. പിന്നെ ഇതിനകത്ത് ജോയിൻസ് ഉണ്ട്. ഇത് നമ്മൾ വാട്ടർ സീൽ ചെയ്തേക്കുന്ന ജോയിൻ്റാണ്. ഇത് വാട്ടർ സീൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇതിൽ കൂടെ വെള്ളം ഇറങ്ങില്ല. അപ്പോൾ മോട്ടറിൽ നിന്നുള്ള വെള്ളം വരുന്നു. ഇവിടെ ഞാൻ ഒരു വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ആവശ്യം നമുക്ക് ഓൺ ഓഫ് ആക്കണമെങ്കിൽ ആക്കാം. ഈ വാൽവ് അവിടെ നിന്ന് പിന്നെ ജോയിൻ്റ് ടീ ജോയിൻ്റ് ഇട്ടിട്ട് ലെഫ്റ്റിലേക്കും അങ്ങോട്ടൊരു കണക്ഷൻ, ഇങ്ങോട്ട് കണക്ഷൻ. പിന്നെ ഇവിടെ നമ്മൾ ഹോൾ ഇട്ടിട്ട് ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് 4 mm ഹോസാണ്. പിന്നെ ഇവിടെ ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വെക്കേണ്ടത് സാധനമാണ്, വെക്കരുത്. കാരണം ഇത് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ പവർ പിന്നെയും കുറയും. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒഴിവാക്കാൻ നിൽക്കുന്ന സാധനമാണ്. ഞാൻ കുറേ സ്ഥലത്ത് ഒഴിവാക്കി, ഇപ്പോൾ ഇവിടെ 1-2 സ്ഥലത്ത് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇത് വേണ്ട. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ട്രിപ്പറിലേക്കല്ല ഞാൻ വന്നത്. ഞാൻ സ്പ്രിങ്ക്ലറാണ് ഉപയോഗിക്കുന്നത്. ഇത് കറങ്ങുന്ന സ്പ്രിങ്ക്ലറാണ്. കണ്ടോ, ഇത് കറങ്ങുന്നതാണ്. ഉപയോഗിക്കാൻ കാരണം ഞാൻ ഉപയോഗിച്ചേക്കുന്ന മീഡിയം, നമ്മുടെ ഈ കാണുന്ന മീഡിയം സോയിൽലെസ് മീഡിയമാണ്. എല്ലാവർക്കും അറിയാം, എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. സോയിൽലെസ് മീഡിയമാണ്. അത് മണ്ണില്ലാത്തൊരു മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നമ്മൾ ഇറ്റിറ്റ് വീഴുന്ന ട്രിപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോവും, സ്പ്രെഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് ഈ ഒരു സ്പ്രിങ്ക്ലർ വെക്കുക. അപ്പോൾ നമ്മൾ ഫുൾ സ്പ്രെഡ് ചെയ്ത് എല്ലാ സ്ഥലത്തും വെള്ളം വീഴും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം. പിന്നെ നിങ്ങൾക്ക് പല അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ മണ്ണാണെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് വെച്ചാൽ മതി, ഈ സ്പ്രിങ്ക്ലറിൻ്റെ ആവശ്യമില്ല. പക്ഷേ കുറേ വലിയൊരു ഡ്രമ്മൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 2-3 ട്രിപ്പറൊക്കെ ഇടേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ റോസ് വാങ്ങി, അല്ലെങ്കിൽ ഈ കാണുന്ന ബ്ലാക്ക് കളർ റോസ് തന്നെ നേരെ എനിക്ക് വട്ടത്തിൽ ഇട്ടിട്ട് ഒരു ഹോളുകൾ ഇട്ടാൽ മതി. നമുക്ക് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നുണ്ടോ, എല്ലായിടത്തും അങ്ങനെ കൊടുത്തേക്കുന്നത്. ഞാൻ എല്ലായിടത്തും ഞാൻ ഈ സെയിം ട്രിപ്പറാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്പ്രിങ്ക്ലറാണ് കൊടുത്തേക്കുന്നത്. ഇത് ഒരു സ്പ്രിങ്ക്ലറിനകത്ത് റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ റേറ്റാണ് ഞാൻ പറയുന്നത്. ഒരു 15 രൂപ റേറ്റ് ഉണ്ട് ഈ സ്പ്രിങ്ക്ലറിന്. ഇത് സത്യം പറഞ്ഞാൽ മുകളിലേക്ക് നാട്ടി നിർത്താം, താഴത്തേക്ക് നാട്ടി നിർത്താം. ഞാൻ താഴത്തേക്ക് വെച്ചത് കാരണം എനിക്കതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. ഇങ്ങനൊരു വാട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വെള്ളം നനയ്ക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഓണാക്കിയിട്ടാൽ മതി. അത്യാവശ്യം ഫുള്ള് നനയും. 2 മിനിറ്റൊക്കെ മാക്സിമം
കൂളാണ്, എൻ്റെ കണക്കൂട്ടൽ കൂളാണ്. ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റൊക്കെ മതി, അത്യാവശ്യം നല്ലപോലെ തന്നെ നിറയും. ഇപ്പോൾ ഈ പറഞ്ഞ മോട്ടറിൻ്റെ കേസിൽ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം വരും. ഇപ്പം നമ്മളിനി വീട്ടിലില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഞാൻ കൊടുത്തേക്കുന്ന മെത്തേഡ്, ഇത് ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. ഈ കാണുന്നത് ഓട്ടോമേറ്ററാണ്. ഞാൻ ടൈമർ വെച്ച് കൺട്രോൾ ചെയ്തേക്കുന്നതാണ്. ഞാൻ അത് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പറയുന്ന 3 ടൈമിൽ വെള്ളം, 2 മിനിറ്റ് വെള്ളം അല്ലെങ്കിൽ 1 മിനിറ്റ് വെള്ളം അത് പമ്പ് ചെയ്യും. അപ്പം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു ടൈമറും കൂടെ സെറ്റ് ചെയ്യണം. ഇനി അതിൻ്റെ ഫോട്ടോ, കാരണം അത് ഓൾറെഡി പിടിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൽ നമുക്ക് വലിയ ഡയഗ്രാം ഒന്നുമില്ല, ചെറിയ ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. നമുക്കത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു മോട്ടർ നമ്മൾ പറയുന്ന സമയങ്ങൾ ഓണായിപ്പോൾ. അപ്പം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ മോട്ടർ ഓണാക്കിയിട്ടാണ് പോകാറുള്ളത്. ആവശ്യത്തിന് വെള്ളം വീഴും. മഴക്കാലമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ സമയത്ത് ഒരു 2 നേരം, മിനിമം 2 നേരമെങ്കിലും നനയ്ക്കണം, അല്ല പറ്റില്ല. ഞാൻ 3 നേരം നനയ്ക്കാറുണ്ട്. ഇനി നിങ്ങൾ ഹെവി മോട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ടൈമർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ടൈമറിൻ്റെ ഒപ്പം ഉപയോഗിക്കാനല്ല, ഈ ടൈമറിൻ്റെ ഒപ്പം കോൺടാക്ടർ സ്വിച്ച് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ലോഡ് കൂടുതൽ, ഈ ടൈമറിൻ്റെ പരിധിയുണ്ട് ലോഡ് എടുക്കുന്നതിന്, വലിയ മോട്ടർക്ക് പറ്റത്തില്ല. അപ്പോൾ പ്രത്യേക 3 ഫേസ് ആണെങ്കിലും പറ്റില്ല. സിംഗിൾ ഫേസ് നമ്മൾ വലിയ കിണറിൽ നിന്ന് നേരിട്ട് വെക്കുന്ന മോട്ടറാണെങ്കിലും ഈ ഒരു ടൈമർ വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ വെക്കുന്ന അത്ര സേഫ് അല്ല, പെട്ടെന്ന് കത്തിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. മോട്ടർക്ക് കംപ്ലയിൻറ്റ് വരില്ല, ടൈമറിന് കംപ്ലയിൻറ്റ് വരും. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ എൻ്റെ ഫ്ലോറും പ്ലാന്റും ഒരേ ലെവലിലായതുകൊണ്ട് എനിക്ക് ഈ ഒരു മോട്ടർ സിസ്റ്റം മതി. നേരെ എടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ടാങ്ക് ഇരിക്കുന്ന കുറച്ചും കൂടെ ഹൈറ്റിലാണ്, പ്ലാന്റ് താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇനി ടെറസ് ആയിക്കോട്ടെ, നിങ്ങൾ നിലത്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളായിക്കോട്ടെ, നമുക്ക് മോട്ടറിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ ഗ്രാവിറ്റി ഫോഴ്സിൽ തന്നെ വെള്ളം എല്ലായിടത്തും എത്തിക്കാൻ പറ്റും. ഇനി ഫോഴ്സ് വേണമെങ്കിൽ മോട്ടർ ആഡ് ചെയ്യാം. ഇനി അങ്ങനെ ഗ്രാവിറ്റി തരത്തിൽ എത്തിക്കുമ്പോഴും നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടാങ്കിൽ നിന്ന് എടുക്കുന്ന വാൽവ് അല്ലെങ്കിൽ ടാങ്കിൽ നിന്ന് വരുന്ന കണക്ഷൻ്റെ ഇടയ്ക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൽ മതി. സോളിനോയിഡ് വാൽവ് എന്ന് പറയും. സോളിനോയിഡ് വാൽവ് നമ്മൾ മറ്റേ ഈ സാധാരണ വീടുകളൊക്കെ തിരിക്കുന്ന വാൽവില്ലേ, ആ വാൽവ് പകരം ഈ ഒരു സോളിനോയിഡ് വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാൽവിൽ ടൈമർ സെറ്റ് ചെയ്യാം. അതൊരു ഇലക്ട്രോണിക് കൺട്രോൾഡ് വാൽവാണ്. കറണ്ട് വരുമ്പോൾ ആ വാൽവ് തുറക്കും, കറണ്ട് പോകുമ്പോൾ വാൽവ് അടയും. അപ്പോൾ നിങ്ങൾക്ക് ഈ മോട്ടറിന് പകരം എന്ത് ചെയ്യാം, ഈ ടൈമറിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓട്ടോമേഷൻ സാധ്യമായി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതാണ് എൻ്റെ ഒരു വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ബേസിക് ആയിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാം. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും.